കിളിമാനൂരിൽ വയോധികൻ കാർ ഇടിച്ചു മരിച്ച സംഭവത്തിൽ പാറശാല SHOയെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ. റൂറൽ SP ദക്ഷിണമേഖല IGക്കാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമൽ, എങ്ങനെയാണ് നടപടി? ഈ 59-കാരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ DYSP ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അന്വേഷണത്തിന് ഒടുവിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ ഉണ്ടായിരിക്കുന്നത്. പ്രഥമദൃഷ്ട്യാ തന്നെ അനിൽകുമാറിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അനിൽകുമാർ വാഹനം ഇടിച്ച ശേഷം നിർത്താതെ പോയി. വാഹനം ഇടിച്ച ഒരാൾ വീഴുന്നത് കണ്ടിട്ടും നിർത്താതെ പോയത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പോലീസ് അതിനെ കാണുന്നത്. എന്തായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായതിനെ നിസ്സാരവൽക്കരിച്ച് കാണാനാകില്ല എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ നൽകിയിരിക്കുന്നത്. അടിയന്തരമായി തന്നെ സസ്പെൻഷൻ ഓർഡർ പുറത്തിറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറയുന്ന 59-കാരൻ വാഹനം ഇടിച്ച് അവിടെ കുറേ സമയം കിടന്ന് രക്തം വാർന്നാണ് മരണപ്പെടുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം നടത്താമായിരുന്നു. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും ഒരാളെ വാഹനം ഇടിച്ചിട്ടുണ്ട് എങ്കിൽ അബദ്ധം പറ്റിയതാണെങ്കിൽ വാഹനത്തിലെടുത്ത് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ വാഹനത്തിലെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല. പോലീസിനെതിരെ നിരവധി വിഷയങ്ങൾ ഉയർന്നു വരുന്ന സമയമാണ്. ആ ഘട്ടത്തിൽ ഈ പറയുന്ന അനിൽകുമാറിനെതിരെയുള്ള നടപടി വൈകിപ്പിച്ചാൽ അത് വലിയ ജനകീയ രോക്ഷത്തിന് കാരണമാകുമെന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വേഗത്തിലുള്ള നടപടി ഉണ്ടാകുന്നത്. 7-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് അതൊരു SHOയുടെ വാഹനമാണെന്ന് തിരിച്ചറിയുന്നതും പിന്നീട് പോലീസിന്റെ നടപടികൾ വേഗത്തിലാകുന്നത്. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.